അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീണ്ടും നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇടവേളയിലേക്ക് പോകും മുമ്പ് പറഞ്ഞൊരു കാര്യം, ശബരിമലയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് നിലവിലിപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ആ കേസിനിടയിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളോട് ഈ പ്രേക്ഷകരോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ ദേവസ്വം ബോർഡിലെ ചില ആളുകളും നമ്മുടെ ദേവസ്വം മന്ത്രിയുമൊക്കെ ഈ ശബരിമലയിൽ വിശേഷാൽ ദിവസങ്ങളിൽ ശബരിമല ക്ഷേത്രത്തിന് മുന്നിലെത്തി കയ്യും കെട്ടി അകത്തേക്ക് തുറിച്ചു നോക്കി നിൽക്കുന്ന ചില വാർത്ത, ഒന്ന് കൈകൂപ്പി തൊഴാറ് പോലും ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ചില ആളുകൾ കയ്യിലേക്ക് പ്രസാദം വാങ്ങി അത് കഴുകി താഴെ ഒഴിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. വിശ്വാസികളുടെ മനസ്സിനെ അത്രയേറെ വേദനിപ്പിച്ച സംഭവം മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം. ഇവരൊക്കെ എന്തിനാണ് അവിടേക്ക് പോകുന്നത് എന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള അവകാശം, അതിന് മുന്നിൽ പോയി നിൽക്കാനും അങ്ങനെ ഈ വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും ചെയ്യാനുള്ള അവകാശം നമ്മുടെ മന്ത്രിമാർക്കും നമ്മുടെ ദേവസ്വം ബോർഡിലെ ആളുകൾക്കും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്നാൽ അങ്ങനെ ഒരു അവകാശം അവർക്കില്ല എന്നുള്ളതാണ് വസ്തുത. നിയമപരമായി ഭരണഘടന അനുവദിച്ച് നൽകിയിട്ടുള്ള ആരാധനാ സ്വാതന്ത്ര്യത്തിൽ നിരീശ്വരവാദികൾ ആയ ആളുകൾ ക്ഷേത്രങ്ങളിൽ പോയി വിശ്വാസികളെയും ആചാരങ്ങളെയും അവഹേളിക്കുന്ന തരത്തിൽ പെരുമാറാൻ അവർക്ക് അവകാശമില്ല എന്നുള്ളതാണ് മുതിർന്ന അഭിഭാഷകൻ കൂടിയായ ശ്രീ എം.ആർ. അഭിലാഷ് സുപ്രീം കോടതിയിൽ ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് കോടതി പരിഗണനയ്ക്കെടുക്കവേ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായിരുന്നു. അദ്ദേഹവുമായി ജനം TV നടത്തിയ ആ ഒരു 1-to-1 ഒരു അഭിമുഖത്തിലേക്കാണ് നമ്മൾ അടുത്തത് പോകുന്നത്. അത് കണ്ട ശേഷം തിരിച്ചു വരാം. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഈ ഘട്ടത്തിൽ നിർണായകമായ ഒരു വാദം ഈ അടുത്ത് സുപ്രീം കോടതിയിൽ ഉണ്ടായി. അത് ഡൽഹിയിൽ മുതിർന്ന അഭിഭാഷകൻ എം.ആർ. അഭിലാഷിൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. അതായത് ക്ഷേത്രങ്ങൾ ഭരിക്കുന്നവർ ക്ഷേത്രത്തിലെത്തിയാൽ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ കൂടി അനുസരിക്കാൻ തയ്യാറാകണം. അതിന് ഭരണഘടനാ തലത്തിൽ തന്നെയുള്ള പ്രത്യേകത എന്ത് എന്നും അദ്ദേഹം കോടതിയിൽ വിശദമാക്കുകയുണ്ടായി. കോടതിയിൽ വളരെയധികം ശ്രദ്ധ ചൊലുത്തിയ ശ്രദ്ധേയമായ വാദം കൂടിയായിരുന്നു അത്. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ അദ്ദേഹം ഇന്നിപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കാം. നമസ്കാരം. കോടതിയിൽ താങ്കൾ എടുത്ത 10 മിനിറ്റ് സമയം അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാദം തന്നെയായിരുന്നു, വിശേഷിച്ച് ശബരിമലയെ കൂടി സംബന്ധിച്ചിടത്തോളം. ക്ഷേത്രത്തിലേക്ക് എത്തുന്ന, ക്ഷേത്രങ്ങൾ ഭരിക്കുന്ന ആളുകൾ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ കൂടി പാലിക്കാൻ തയ്യാറാകണം എന്ന് അങ്ങ് പറയുകയുണ്ടായി. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് അങ്ങനെ ഒരു വാദം കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ കാരണം? ഞാൻ കോടതിയിൽ ഉന്നയിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിരീശ്വരവാദം ആശയപരമായി അടിത്തറയാക്കിയിട്ടുള്ള ഒരു പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി നിരീശ്വരവാദികളായിട്ടുള്ള ആൾക്കാരെ അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആചാരപരവും വിശ്വാസപരവുമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപഴകുമ്പോൾ, ആ ഒരു സ്പേസിലേക്ക് അവർ വരുമ്പോൾ അവർ ആ ആചാരവും വിശ്വാസവും മതപരമായിട്ടുള്ള ബഹുമാനിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളോട് ബഹുമാനക്കുറവ് കാണിക്കാൻ പാടുണ്ടോ എന്നുള്ള ഒരു വിഷയമാണ് അവിടെ ഉന്നയിച്ചത്. ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാട്ടിയത്, ഇപ്പോൾ ഒരു മന്ത്രിയോ ഒരു ദേവസ്വം അധികാരിയോ ഒരു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ ചെന്ന് നിന്നിട്ട് അവിടെ നിന്ന് തരുന്ന ഹോളി വാട്ടർ അത് കയ്യിൽ വാങ്ങിയിട്ട് തറയിൽ കളയുക, അതുപോലെ തന്നെ ശ്രീകോവിലിലേക്ക് തുറിച്ചു നോക്കി നിൽക്കുക, ഇതൊക്കെ കേരളത്തിൻ്റെ വസ്തുതാപരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും പ്രചോദനം കൊണ്ട ഒരു സബ്മിഷനാണ്. കാരണം ഇത്തരത്തിൽ നിയമപ്രകാരം നിയമിക്കപ്പെടുന്ന ആൾക്കാർ അവർ ആ സെക്യുലറായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് മാനേജ് ചെയ്യേണ്ടത്. ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് അവർ അവിടെ സ്റ്റേറ്റിൻ്റെ അധികാരത്തിൻ്റെ ഗരിമയിൽ അവർ ഭരണഘടനയുടെ 25-ാം വകുപ്പ് ഉറപ്പാക്കുന്ന ആരാധനാ സ്വാതന്ത്ര്യത്തെ കളങ്കപ്പെടുത്തുക എന്ന് പറയുന്നത് 25-ാം വകുപ്പ് അല്ലെങ്കിൽ ഭരണഘടനയോട് തന്നെയുള്ള ഒരു
ബഹുമാനരാഹിത്യമായിട്ട് വരേണ്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ശബരിമല, ഒരു ഉദാഹരണത്തിന് ശബരിമല തന്നെ എടുക്കാം. ശബരിമലയിൽ മാസപൂജയ്ക്ക് നട തുറക്കുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം ദീപാരാധനാ സമയങ്ങളിൽ മകരവിളക്കുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലൊക്കെ തന്നെ മന്ത്രിമാരോ അത്തരത്തിലുള്ള ആളുകൾ അവിടെ വന്ന് തൊഴാതെ നിൽക്കുക, അതിൻ്റെ നേരെ എതിർവശത്ത് വന്ന് ഈ പറഞ്ഞതുപോലെ തുറിച്ചു നോക്കി നിൽക്കുക, അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ തന്നെ വലിയ വിമർശനങ്ങൾക്കും വഴിവെക്കാറുണ്ട്. ഈ വിഷയങ്ങൾ താങ്കളിപ്പോൾ കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾ പ്രകാരമാണെങ്കിൽ ഇനി അത് ഭരണഘടനയുമായി ബന്ധപ്പെട്ടും ഈ പറഞ്ഞ നിയമവുമായി ബന്ധപ്പെട്ടും ചേർത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും വരുന്നത് വീഴ്ച തന്നെ ആണ് എന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ചും സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിമാരായി അധികാരമേൽക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ കൊണ്ടുപോകേണ്ട ആളുകൾ കൂടിയാണ്. തങ്ങളുടെ ആശയപരമായിട്ടുള്ള പ്രതിബദ്ധത അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചില നിഷ്കർഷകൾ അത് പ്രകടിപ്പിക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ആരാധനാക്രമം നടന്നു വരുന്ന ഒരു സ്ഥലത്തല്ല. ഇപ്പം നിയമപ്രകാരം അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ സെക്യുലർ ആസ്പെക്ട്സ് മാത്രം, മതനിരപേക്ഷമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെയുള്ളവർ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലെ നിയമങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മതവിശ്വാസമുള്ള ആൾക്കാർ തന്നെ ആയിരിക്കണം ദേവസ്വം ബോർഡിൽ ഉണ്ടാകേണ്ടത് എന്ന നിഷ്കർഷയും നിയമപ്രകാരം ഉണ്ട് എന്നിരിക്കെ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ തിട്ടൂരം പേറിക്കൊണ്ട് ഇത്തരത്തിൽ ഉള്ള അഹങ്കാരം പ്രകടിപ്പിക്കുവാൻ ആരാധനാലയങ്ങൾ വിനിയോഗിക്കുകയാണെങ്കിൽ അത് വ്യക്തികളുടെ പെറ്റിനെസ് മാത്രമല്ല, അത് ഭരണഘടനയുടെ നിരാസം തന്നെയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു വാദം ഉന്നയിച്ചപ്പോൾ വന്ന് കേട്ടത്, റിപ്പോർട്ടുകളായി പുറത്തു വന്നത്, ക്ഷേത്രങ്ങൾ സർക്കാരുകൾ ഭരിക്കേണ്ടതില്ല എന്ന തരത്തിലൊരു വാദം കേന്ദ്രം മുന്നോട്ട് വെച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരികയുണ്ടായി. നിയമപരമായി അത് നിലനിൽക്കുന്നതാണോ? നിയമപരമായ അതിൻ്റെ സാധ്യതകൾ എന്താണ്? സുപ്രീം കോടതി തന്നെ ഒരു സെക്യുലർ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു സാങ്കത്യം, അതിൻ്റെ ഒരു നിയമപരത ഒക്കെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. സിവിൽ അപ്പീലുകൾ സുപ്രീം കോടതിയിൽ പെൻഡിങ് ആയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ എൻ്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാട്, ഒരു സെക്യുലർ സ്റ്റേറ്റ്, അത് പള്ളി ആയിക്കൊള്ളട്ടെ, മോസ്ക് ആയിക്കൊള്ളട്ടെ, ക്ഷേത്രമായിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇടപെടേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. തീർച്ചയായും ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഏറെ സുപ്രധാനമായ ഒരു വാദം അത് സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് MR അഭിലാഷ്, മുതിർന്ന അഭിഭാഷകൻ കൂടിയാണ്. അദ്ദേഹം അതിൽ ചൂണ്ടിക്കാട്ടിയ കാര്യം, ഒരു ആരാധനാലയം അത് ഏതോ ആയിക്കോട്ടെ, ആ ആരാധനാലയത്തിന് മുന്നിൽ വന്ന് തങ്ങളുടെ വ്യക്തിപരമായ രാഷ്ട്രീയ കാഴ്ചപ്പാട്, നിലപാട് അവതരിപ്പിക്കാനുള്ള സ്ഥലമല്ല ആരാധനാലയങ്ങൾ എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. കോടതി അതിൻ്റെ രീതിയിൽ ഇപ്പോൾ ഈ റെഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ കോടതിയുടെ പരിഗണനയിലേക്ക് എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം S. ശ്രീകാന്ത്, ജനം, ഡൽഹി.